പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് കണ്ടീഷണൽ ക്ലോസ് ആണ്. വളരെ ലളിതമായ രീതിയിൽ സങ്കീർണതകളൊന്നുമില്ലാതെ ഇന്ന് നമുക്ക് ഇഫ് ക്ലോസ് പഠിക്കാം. കൂടാതെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇഫ് കണ്ടീഷണൽ ക്ലോസ് പഠിക്കാനായി പോകാം. അപ്പോൾ നമുക്ക് ഇഫ് ക്ലോസ് പഠിക്കാം. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥയാണ്. നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറയുമ്പോൾ, വ്യവസ്ഥകൾ പറയുമ്പോൾ ഇഫ് ഉപയോഗിച്ചാണ് പറയുന്നത്. ഈ വ്യവസ്ഥകളൊക്കെ പാലിച്ചാൽ നീ വിജയിക്കും. ഉദാഹരണം, നീ നന്നായി പഠിക്കുന്നു എങ്കിൽ നീ വിജയിക്കും. നീ നന്നായി പഠിക്കുന്നുവെങ്കിൽ മാത്രമേ നീ വിജയിക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള എങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മനോഹരമായി ഇംഗ്ലീഷിൽ ഇഫ് ഉപയോഗിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായി പഠിച്ചാൽ നീ പാസ്സാകും, നീ വിജയിക്കും. ഇതാണ് ഇഫ് ക്ലോസ്. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന ആ ഭാഗമാണ് ഇഫ് ക്ലോസ്. അതിന് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. യു വിൽ പാസ്, നീ വിജയിക്കും, അതാണ് മെയിൻ ക്ലോസ്. അതുകൂടി വരുമ്പോൾ മാത്രമേ ഈ സെൻറ്റൻസ് പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ട് യു വിൽ പാസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നതാണ് കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ്. രണ്ടാമതായി വരുന്നതാണ് മെയിൻ ക്ലോസ്, അതിൻ്റെ ഫലം. ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നോക്കിക്കേ, ഈ സെൻറ്റൻസ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന ഈ കണ്ടീഷണൽ ക്ലോസ് അത് ഏത് ടെൻസ് ആണ്? അതുകൊണ്ട് ഈ കണ്ടീഷണൽ ക്ലോസിൽ ഉള്ള ടെൻസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും മെയിൻ ക്ലോസ് നിലനിൽക്കുന്നത്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് പഠിക്കാനായി നമുക്ക് പോകാം. പ്രധാനമായിട്ടും 3 ടൈപ്പ് കണ്ടീഷണൽ ക്ലോസ് ആണ് ഉള്ളത്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇപ്പോൾ നമുക്ക് പ്രസന്റ് ടെൻസ് പഠിക്കാം. ഇഫ് ക്ലോസ് അത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നെങ്കിൽ മെയിൻ ക്ലോസ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ്. ഇഫ് ആ കണ്ടീഷണൽ ക്ലോസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസ് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് ഇൻഫിനിറ്റീവ്. വിൽ, ഷാൾ പ്ലസ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അതിലെ റൈറ്റ് ആണ് റൂട്ട് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കേണ്ട റൂട്ട് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള, ഭാവിയിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. നീ ആത്മവിശ്വാസത്തോടെ പഠിച്ചാൽ, കണ്ടോ, അത് നീ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ, അതൊരു പ്രസന്റ് ടെൻസിലാണ് ആ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്, നീ വിജയിക്കും. അപ്പോൾ നോക്കിക്കേ, പ്രസന്റ് ടെൻസ് ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആവുമ്പോൾ മെയിൻ ക്ലോസ് വിൽ സക്സീഡ് എന്ന് ആയി മാറും. വിൽ സക്സീഡ് എന്ന് പറയും. സക്സീഡ് എന്ന വാക്ക് അതിൻ്റെ റൂട്ട് ഫോം തന്നെയാണത്. അപ്പോൾ യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. ഇഫ് യു ഗെറ്റ് ഹിയർ ബിഫോർ 8, നീ 8 മണിക്ക് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വി ഷാൾ ക്യാച്ച് ദ ഏർലി ട്രെയിൻ, നമുക്ക് നേരത്തെ ഉള്ള ട്രെയിൻ പിടിക്കാം. അപ്പോൾ കണ്ടില്ലേ, രണ്ടാമത്തെ ഉദാഹരണത്തിലെ ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് മെയിൻ ക്ലോസ് ഷാൾ പ്ലസ് ക്യാച്ച്. ക്യാച്ച് എന്ന് പറയുന്നത് റൂട്ട് ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പോൾ ഇഫ് യു ഗെറ്റ് ഹിയർ ബിഫോർ 8 വി ഷാൾ ക്യാച്ച് ദ ഏർലി ട്രെയിൻ. നോക്കിക്കേ, ഇനി ഷാൾ അല്ലെങ്കിൽ വിൽ, ഇതൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഷാൾ ഈസ് ഓൺലി യൂസ് ഫോർ ഫ്യൂച്ചർ ടൈം റെഫറൻസ് വിത്ത് ഐ ആൻഡ് വി. ഭാവിയിലെ കാര്യങ്ങൾ പറയുന്നതിനായി ഐ, വി എന്നിവയ്ക്കൊപ്പമാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്പ് 2 കണ്ടീഷണൽ ക്ലോസിലേക്ക് നമുക്ക് പോകാം. ഇഫ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് കണ്ടീഷണൽ പാസ്റ്റ് ടെൻസിലാണ് അവതരിപ്പിക്കുന്നെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്? മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആയി മാറും. ഇഫ് ഐ വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ്, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, കണ്ടോ, കഴിഞ്ഞു പോയ ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇഫ് ഐ വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് സക്സീഡ്. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. വുഡ് സക്സീഡിൻ്റെ റൂട്ട് ഫോം ഓഫ് ദ വെർബ്. സക്സീഡിൻ്റെ സക്സീഡ് തന്നെയാണ്. ഇഫ് ഐ വർക്ക് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് സക്സീഡ്. അപ്പോൾ മാറ്റം വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു.
അവളുടെ പേര് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഇഫ് ഐ ന്യൂ ഹെർ നെയിം, ന്യൂ അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. വുഡ്, ടെൽ എന്ന് പറയുന്നത് റൂട്ട് ഫോം ഓഫ് ദ വെർബ് ആണ്. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. ഉണ്ടോ? അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് ഇഫ് ക്ലോസ് എങ്കിൽ മെയിൻ ക്ലോസ് വരുന്നത് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവായി മാറും. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഈ ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ്, ആ ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ലൈക്ലി, നടക്കാൻ സാധ്യത കുറവുള്ള ഒരു കാര്യം പറയുന്നതിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പിലേക്ക് നമുക്ക് പോകാം. ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ് അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് അവതരിപ്പിച്ചെങ്കിൽ മെയിൻ ക്ലോസിൽ ഉണ്ടാവുന്ന മാറ്റം വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നായി മാറും. ഉദാഹരണത്തിന് ഇഫ് ദിസ് തിങ് ഹാഡ് ഹാപ്പൻ ദാറ്റ് തിങ് വുഡ് ഹാവ് ഹാപ്പൻഡ്. ഇത് നടന്നിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് ഹാവ് സക്സീഡഡ്. ഉണ്ടോ? ഹാഡ് വർക്ക്ഡ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് രൂപമാണ്. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് ഹാവ് സക്സീഡഡ്. അപ്പോൾ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സക്സീഡഡ് അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, വിൽ, ഷാൾ, ക്യാൻ, മേ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്നത്. വിൽ വുഡ് ആയി മാറുന്നു. ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇതിൽ ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഇവയൊക്കെ നമ്മൾ അപൂർവമായി ഉപയോഗിക്കുന്നു. കൂടുതലായി ഉപയോഗിക്കുന്നത് വിൽ, വുഡായി മാറുന്നു. നമ്മളൊന്ന് സംഗ്രഹിച്ചു പറയുവാണെങ്കിൽ ഇഫ് ഐ സ്റ്റഡി പ്രസന്റ് ടെൻസിലാണ് ഐ വിൽ പാസ് ദ എക്സാം. ഇഫ് ഐ സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ വുഡ് പാസ് ദ എക്സാം. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഐ വുഡ് ഹാവ് പാസ് ദ എക്സാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പരീക്ഷയ്ക്ക് ഇഫ് ഐ സ്റ്റഡി ഐ ഡാഷ് പാസ് ദ എക്സാം അങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാം, ഐ ഡാഷ് പാസ് ദ എക്സാം. അപ്പോൾ നിങ്ങൾ ഐ വിൽ പാസ് ദ എക്സാം ആണ് എഴുതേണ്ടത്. ഇനി ഈ മെയിൻ ക്ലോസ് തന്നിട്ട് സബോർഡിനേറ്റ് ക്ലോസ്, ഈ ഇഫ് ക്ലോസ് മാത്രമായിട്ട് ചിലപ്പം പൂരിപ്പിക്കും. ഇഫ് ഐ ഡാഷ് ബ്രാക്കറ്റ് സ്റ്റഡി, അപ്പോൾ നമ്മൾ സ്റ്റഡി എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഐ വുഡ് പാസ് ദ എക്സാം അത് തന്ന ശേഷം ഇഫ് ഐ ബ്രാക്കറ്റിൽ സ്റ്റഡി എന്ന് വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? നമ്മൾ ഇവിടുത്തെ മെയിൻ ക്ലോസ് നോക്കുമ്പോൾ വുഡ് പാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ടാണ് ഇവിടെ വുഡ് പാസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് ഐ സ്റ്റഡീഡ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഐ വുഡ് ഹാവ് പാസ് ദ എക്സാം ഇതായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഇവിടെയായിരിക്കും പൂരിപ്പിക്കാൻ പറയുന്നത് ഇഫ് ഐ ഡാഷ് സ്റ്റഡി അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കണം ഐ വുഡ് ഹാവ് പാസ് ദ എക്സാം. അപ്പോൾ ഇവിടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇഫ് ഐ ബ്രാക്കറ്റിലെ സ്റ്റഡി എന്നുള്ളത് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ആക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പരിശീലനത്തിലേക്ക് പോകാം. മനോഹരമായ ഒരു രസകരമായ ഒരു കഥയിലൂടെ ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥയിൽ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാം. ലെറ്റ്സ് പ്രാക്ടീസ്. വുഡ് യു ലൈക്ക് ടു നോ ദ സ്റ്റോറി ഓഫ് ദ ക്യാറ്റ് ആൻഡ് ദ മൗസ്? കംപ്ലീറ്റ് ദ കണ്ടീഷണൽ സെൻറ്റൻസസ് ടു ഗെറ്റ് ദ ഫുൾ സ്റ്റോറി. ദ ക്യാറ്റ് ആൻഡ് ദ മൗസ് എന്ന കഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതിൽ കണ്ടീഷണൽ ക്ലോസ് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥ വായിക്കാം. Once upon a time, a cat bit a mouse's tail off. "Give me back my tail," said the mouse. And the cat said, "Well, I would give your tail back if you fetched me some milk. But that's impossible for a little mouse like you." പണ്ട് ഒരു പൂച്ച എലിയുടെ വാൽ കടിച്ചെടുത്തു. "എനിക്ക് എൻ്റെ വാൽ തിരികെ തരൂ," എലി പറഞ്ഞു. പൂച്ച പറഞ്ഞു, "ശരി, ഞാൻ തരാം. നിങ്ങൾ എനിക്ക് കുറച്ച് പാൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ വാൽ തിരികെ തരാം. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരു ചെറിയ എലിക്ക് അത് അസാധ്യമാണ്."
The mouse, however, went to a cow. The cat will only give me back my tail if I fetch her some milk. എലി ഒരു പശുവിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പൂച്ചയ്ക്ക് കുറച്ച് പാൽ കൊണ്ടു കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ വാൽ തിരികെ ലഭിക്കൂ. And the cow said, well, I would give you some milk if you dash bracketil get me some hay. But that's impossible for a little mouse like you. പശു പറഞ്ഞു, ശരി, എനിക്ക് കുറച്ച് പുല്ല് തരുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാൽ തരാം. എന്നാൽ നിന്നെപ്പോലുള്ള ഒരു ചെറിയ എലിക്ക് ഇത് അസാധ്യമാണ്. The mouse, however, went to a farmer. The cat will only give my tail back if the cow dash give me some milk. And the cow dash bracketil only give me some milk if I get her some hay. എലി ഒരു കർഷകൻ്റെ അടുത്തേക്ക് പോയി. പശു എനിക്ക് കുറച്ച് പാൽ നൽകിയെങ്കിൽ മാത്രമേ പൂച്ച എനിക്ക് വാൽ തിരികെ നൽകൂ. പശുവിന് കുറച്ച് വൈക്കോൽ നൽകിയെങ്കിലേ പശു പാൽ നൽകൂ. ആൻഡ് ദ ഫാർമർ സെഡ്, വെൽ, ഐ വുഡ് ഗിവ് യു സം ഹേ ഇഫ് യു ഡാഷ് ബ്രിങ് മീ സം മീറ്റ്, ബട്ട് ദാറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എ ലിറ്റിൽ മൗസ് ലൈക്ക് യു. കൃഷിക്കാരൻ പറഞ്ഞു, നീ എനിക്ക് കുറച്ച് മാംസം തരികയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പുല്ല് തരാം. എന്നാൽ നിന്നെപ്പോലെയുള്ള ഒരു ചെറിയ എലിക്ക് ഇത് അസാധ്യമാണ്. The mouse, however, went to a butcher. The cat will only give my tail back if the cow dash give me some milk. And the cow will only give me some milk if she dash get some hay. And the farmer dash only give me some hay if I get him some meat. എലി ഒരു കശാപ്പുകാരൻ്റെ അടുത്തേക്ക് പോയി. പശു എനിക്ക് കുറച്ച് പാൽ നൽകിയാൽ പൂച്ച എനിക്ക് വാൽ തിരികെ തരും. പശുവിന് കുറച്ച് വൈക്കോൽ കൊടുത്തെങ്കിലേ എനിക്ക് പാൽ തരൂ. കൃഷിക്കാരന് മാംസം കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് അയാൾ വൈക്കോൽ തരികയുള്ളൂ. ആൻഡ് ദ ബച്ചർ സെഡ്, വെൽ, ഐ വുഡ് ഗിവ് യു സം മീറ്റ് ഇഫ് യു ഡാഷ് മേക്ക് ദ ബേക്കർ ബേക്ക് മീ എ ലോഫ് ഓഫ് ബ്രെഡ്, ബട്ട് ദാറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എ ലിറ്റിൽ മൗസ് ലൈക്ക് യു. കശാപ്പുകാരൻ പറഞ്ഞു, ശരി, ബേക്കറിക്കാരനെ കൊണ്ട് എനിക്കൊരു റൊട്ടി ചുട്ടുതരാൻ പ്രേരിപ്പിച്ചാൽ ഞാൻ നിനക്ക് കുറച്ച് മാംസം തരാം. പക്ഷേ നിന്നെപ്പോലുള്ള ഒരു ചെറിയ എലിക്ക് അത് അസാധ്യമാണ്. ദ മൗസ്, however, went to a baker. The cat, bracketil give only my tail back if I fetch her some milk. And the cow dash give not me some milk if I don't get her some hay. And the farmer will only give me some hay if the butcher dash bracketil have some meat for him. And the butcher will not give me some meat if you bake not him a loaf of bread. എന്നിരുന്നാലും എലി ഒരു ബേക്കറിയിലേക്ക് പോയി. പൂച്ചയ്ക്ക് പാൽ കൊടുത്താൽ പൂച്ച വാൽ തിരികെ തരും. പശുവിന് വൈക്കോൽ കൊടുത്തില്ലെങ്കിൽ പശു പാൽ തരില്ല. കശാപ്പുകാരൻ മാംസം കൃഷിക്കാരന് കൊടുത്തെങ്കിൽ മാത്രമേ കൃഷിക്കാരൻ കുറച്ച് പുല്ല് തരൂ. നിങ്ങൾ റൊട്ടി ചുട്ട് തന്നില്ലെങ്കിൽ കശാപ്പുകാരൻ എനിക്ക് മാംസം തരില്ല. ആൻഡ് ദ ബേക്കർ സെഡ്, വെൽ, ഐ ഡാഷ് ഗിവ് യു എ ലോഫ് ഓഫ് ബ്രെഡ് ഇഫ് യു പ്രോമിസ് നെവർ ടു സ്റ്റീൽ മൈ കോൺ ഓർ മീൽ. ബേക്കർ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾക്കൊരു റൊട്ടി തരാം. എൻ്റെ ധാന്യമോ ഭക്ഷണമോ ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ മാത്രം. ദ മൗസ് പ്രോമിസ്ഡ് നോട്ട് ടു സ്റ്റീൽ, ആൻഡ് സോ ദ ബേക്കർ ഗവ് ദ മൗസ് എ ലോഫ് ഓഫ് ബ്രെഡ്. ദ മൗസ് ഗവ് ദ ബച്ചർ ദ ബ്രെഡ്. ദ ബച്ചർ ഗവ് ദ മൗസ് സം മീറ്റ്. ദ മൗസ് ഗവ് ദ ഫാർമർ ദ മീറ്റ്. ദ ഫാർമർ ഗവ് ദ മൗസ് സം ഹേ. ദ മൗസ് ഗവ് ദ കൗ ദ ഹേ. ദ കൗ ഗവ് ദ മൗസ് സം മിൽക്ക്. ദ മൗസ് ഗവ് ദ ക്യാറ്റ് ദ മിൽക്ക്. ആൻഡ് ദ ക്യാറ്റ് ഗവ് ദ മൗസ് ഹെർ ടെയിൽ ബാക്ക്. മോഷ്ടിക്കില്ലെന്ന് എലി വാഗ്ദാനം ചെയ്തു. അതിനാൽ ബേക്കർ എലിക്ക് ഒരു കഷ്ണം റൊട്ടി നൽകി. എലി കശാപ്പുകാരന് റൊട്ടി കൊടുത്തു. ഇറച്ചിവെട്ടുകാരൻ എലിക്ക് കുറച്ച് മാംസം നൽകി. എലി കൃഷിക്കാരന് ഇറച്ചി കൊടുത്തു. കൃഷിക്കാരൻ എലിക്ക് കുറച്ച് വൈക്കോൽ നൽകി. എലി പശുവിന് വൈക്കോൽ കൊടുത്തു. പശു എലിക്ക് പാല് കൊടുത്തു. എലി പാൽ പൂച്ചയ്ക്ക് നൽകി. പൂച്ച എലിയുടെ വാൽ തിരികെ നൽകി. ബട്ട് ഇമാജിൻ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് അതർവൈസ്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് സങ്കല്പിക്കുക. ഇഫ് ദ മൗസ് ഹാഡ് നോട്ട് പ്രോമിസ്ഡ്, ബ്രാക്കറ്റിൽ പ്രോമിസ് ഓർ നോട്ട്, നെവർ ടു സ്റ്റീൽ ദ കോൺ ഓർ മീൽ, ദ ബേക്കർ വുഡ് നോട്ട് ഹാവ് ഗിവൺ, ബ്രാക്കറ്റിൽ നോട്ട് ഗിവ് ദ മൗസ് ദ ബ്രെഡ്. ധാന്യമോ ഭക്ഷണമോ ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് മൗസ് വാഗ്ദാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ബേക്കർ എലിക്ക് റൊട്ടി നൽകുമായിരുന്നില്ല. ഇഫ് ദ ബേക്കർ, ബ്രാക്കറ്റിൽ നോട്ട് ഗിവ് ദ മൗസ് ദ ബ്രെഡ്, ദ ബച്ചർ ഡാഷ് ബ്രാക്കറ്റിൽ റിഫ്യൂസ് ടു ഗിവ് ഹെർ ദ മീറ്റ് ഫോർ ദ ഫാർമർ. ബേക്കർ റൊട്ടി എലിക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ കശാപ്പുകാരൻ കൃഷിക്കാരന് മാംസം നൽകാൻ വിസമ്മതിച്ചേനെ. ഇഫ് ദ ബച്ചർ ഡാഷ് റിഫ്യൂസ് ഹെർ എനി മീറ്റ്, ദ ഫാർമർ
ഡാഷ് നോട്ട് ബി വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ. കശാപ്പുകാരൻ മാംസം നിരസിക്കുകയാണെങ്കിൽ കർഷകൻ എലിക്ക് വൈക്കോൽ നൽകാൻ മനസ്സാകുമായിരുന്നില്ല. ഇഫ് ദ ഫാർമർ ഡാഷ് നോട്ട് ബി വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ, ദ മൗസ് ഡാഷ് ബ്രാക്കറ്റിൽ നോട്ട് റിസീവ് ദ മിൽക്ക് ഫ്രം ദ കൗ. കൃഷിക്കാരൻ വൈക്കോൽ തന്നില്ലായിരുന്നുവെങ്കിൽ പശുവിൽ നിന്ന് പാൽ കിട്ടുമായിരുന്നില്ല. ഇഫ് ദ മൗസ് ഡാഷ് നോട്ട് റിസീവ് ദ മിൽക്ക് ഫ്രം ദ കൗ, ഷീ ഡാഷ് നോട്ട് ഗെറ്റ് ബാക്ക് ഹെർ ടെയിൽ. പശുവിൽ നിന്നുള്ള പാൽ ലഭിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് അവളുടെ വാൽ തിരികെ ലഭിക്കില്ലായിരുന്നു. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ 2 പാരഗ്രാഫിൽ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. വെൽ, ഐ വുഡ് ഗിവ് യുവർ ടെയിൽ ബാക്ക് ഇഫ് യു ഫെച്ച് മീ സം മിൽക്ക്. ഉണ്ടോ? ഇവിടെ ഇഫ് യു ഫെച്ച്ഡ്, ഇവിടെ ഈഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വുഡ് ഗിവ്, വുഡ് പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. ദ ക്യാറ്റ് വിൽ ഓൺലി ഗിവ് മീ ബാക്ക് മൈ ടെയിൽ ഇഫ് ഐ ഫെച്ച് ഹെർ സം മിൽക്ക്. ഇഫ് ഐ ഫെച്ച് ഹെർ സം മിൽക്ക് അത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ വിൽ ഓൺലി ഗിവ് എന്ന് ആക്കിയിരിക്കുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഐ വുഡ് ഗിവ് യു സം മിൽക്ക് ഇഫ് യു ഡാഷ് ഗെറ്റ് മീ സം ഹേ. വുഡ് ഗിവ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് ഗിവ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഇഫ് യു ഗോട്ട് മീ സം ഹേ എന്നാണ് വരേണ്ടത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ദ ക്യാറ്റ് വിൽ ഓൺലി ഗിവ് മൈ ടെയിൽ ബാക്ക് ഇഫ് ദ കൗ ഡാഷ് ഗിവ് മീ സം മിൽക്ക്. ഇവിടെ വിൽ ഓൺലി ഗിവ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ദ കൗ ഗിവ്സ് മീ സം മിൽക്ക് എന്നാണ് ശരി ഉത്തരം. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ആൻഡ് ദ കൗ ബ്രാക്കറ്റിൽ ഓൺലി ഓർ ഗിവ് മീ സം മിൽക്ക് ഇഫ് ഐ ഗെറ്റ് ഹെർ സം ഹേ. ഇഫ് ഐ ഗെറ്റ് ഹെർ സം ഹേ അത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ദ കൗ വിൽ ഓൺലി ഗിവ് മീ സം മിൽക്ക് എന്നാണ് വരേണ്ടത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. വെൽ, ഐ വുഡ് ഗിവ് യു സം ഹേ ഇഫ് യു ഡാഷ് ബ്രിങ് മീ സം മീറ്റ്. നോക്കിക്കേ, മെയിൻ ക്ലോസിൽ വുഡ് ഗിവ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് ക്ലോസ് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇഫ് യു ബ്രോട്ട് മീ സം മീറ്റ് എന്നാണ് വരേണ്ടത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ദ ക്യാറ്റ് വിൽ ഓൺലി ഗിവ് മൈ ടെയിൽ ബാക്ക് ഇഫ് ദ കൗ ഡാഷ് ഗിവ് മീ സം മിൽക്ക്. ഇവിടെ വിൽ ഗിവ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസിലാണ് വരേണ്ടത്. ഇഫ് ദ കൗ ഗിവ്സ് മീ സം മിൽക്ക് അതാണ് ശരി ഉത്തരം. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ആൻഡ് ദ കൗ വിൽ ഓൺലി ഗിവ് മീ സം മിൽക്ക് ഇഫ് ഷീ ഡാഷ് ഗെറ്റ് സം ഹേ. നോക്കിക്കേ, ദ കൗ വിൽ ഓൺലി ഗിവ്, വിൽ ഗിവ്. അപ്പോൾ ഇവിടെ ഇഫ് ഷീ ഗെറ്റ് സം ഹേ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത സെന്റൻസ് നോക്കാം. ആൻഡ് ദ ഫാർമർ ഡാഷ് ഓൺലി ഗിവ് മീ സം ഹേ ഇഫ് ഐ ഗെറ്റ് ഹിം സം മീറ്റ്. ഇഫ് ഐ ഗെറ്റ് ഹിം സം മീറ്റ് ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻഡ് ദ ഫാർമർ വിൽ ഓൺലി ഗിവ് മീ. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. വെൽ, ഐ വുഡ് ഗിവ് യു സം മീറ്റ് ഇഫ് യു ഡാഷ് മേക്ക് ദ ബേക്കർ ബേക്ക് മീ എ ലോഫ് ഓഫ് ദ ബ്രെഡ്. നോക്കിക്കേ, ഇവിടെ വുഡ് ഗിവ് യു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാവണം. അപ്പോൾ ഇഫ് യു ഡാഷ് മേക്ക് ദ ബേക്കർ ബേക്ക് മീ എ ലോഫ് ഓഫ് ബ്രെഡ് എന്നുള്ളത് ഇഫ് യു മെയ്ഡ് ദ ബേക്കർ ബേക്ക് മീ എ ലോഫ് ഓഫ് ബ്രെഡ് എന്നാകും. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ദ ക്യാറ്റ് ഡാഷ് ബ്രാക്കറ്റിൽ ഗിവ് ഓൺലി മൈ ടെയിൽ ബാക്ക് ഇഫ് ഐ ഫെച്ച് ഹെർ സം മിൽക്ക്. ഇഫ് ഐ ഫെച്ച് ഹെർ സം മിൽക്ക് അത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദ ക്യാറ്റ് വിൽ ഓൺലി ഗിവ് മൈ ടെയിൽ ബാക്ക് ഇഫ് ഐ ഫെച്ച് ഹെർ സം മിൽക്ക് എന്നാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത സെന്റൻസിലേക്ക് പോവാം. ആൻഡ് ദ കൗ ഡാഷ് ബ്രാക്കറ്റിൽ ഗിവ് നോട്ട് മീ സം മിൽക്ക് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഹെർ സം ഹേ. ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഹെർ സം ഹേ അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ദ ആൻഡ് ദ കൗ വിൽ നോട്ട് ഗിവ് മീ സം മിൽക്ക് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഹെർ സം ഹേ. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ആൻഡ് ദ ഫാർമർ വിൽ ഓൺലി ഗിവ് മീ സം ഹേ ഇഫ് ദ ബച്ചർ ഡാഷ് ബ്രാക്കറ്റിൽ ഹാവ് സം മീറ്റ് ഫോർ ഹിം. ഇവിടെ ദ ഫാർമർ വിൽ ഓൺലി ഗിവ് മീ സം ഹേ അത് ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണെങ്കിലാണ് വിൽ ഓൺലി ഗിവ് മീ സം ഹേ വരുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് ദ ബച്ചർ ഹാസ് ആണ് വരുന്നത്. ഇഫ് ദ ബച്ചർ ഹാസ് സം മീറ്റ് ഫോർ ഹിം. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ആൻഡ് ദ ബച്ചർ വിൽ നോട്ട് ഗിവ് മീ സം മീറ്റ് ഇഫ് യു ഡാഷ് ബേക്ക്
not him a loaf of bread. Butcher will not give me some meat. Will not give. Will not give വരുമ്പോൾ if ക്ലോസ് പ്രസന്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ if you do not make him a loaf of bread എന്നാണ് ഉത്തരം വരുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. വെൽ ഐ ഡാഷ് ഗിവ് യു എ ലോഫ് ഓഫ് ബ്രെഡ് ഇഫ് യു പ്രോമിസ് നെവർ ടു സ്റ്റീൽ മൈ കോൺ ഓർ മീൽ. ഇഫ് യു പ്രോമിസ് നെവർ ടു സ്റ്റീൽ മൈ കോൺ ഓർ മീൽ അത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ വെൽ ഐ വിൽ ഗിവ് യു എ ലോഫ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ വെൽ ഐ ഷാൾ ഗിവ് യു എ ലോഫ് ഓഫ് ബ്രെഡ് എന്നും ആകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് ദ ബേക്കർ ഡാഷ് നോട്ട് ഗിവ് ദ മൗസ് ദ ബ്രെഡ് ദ ബച്ചർ റെഫ്യൂസ് ടു ഗിവ് ഹെർ ദ മീറ്റ് ഫോർ ദ ഫാർമർ. ബേക്കർ റൊട്ടി എലിക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ കശാപ്പുകാരൻ കൃഷിക്കാരന് മാംസം നൽകാൻ വിസമ്മതിച്ചേനെ. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ എന്നാണ്. അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ഫോം ഇവിടെ ഉപയോഗിക്കുക. ഇഫ് ദ ബേക്കർ ഹാഡ് നോട്ട് ഗിവൺ, ഹാഡ് ഗിവൺ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇഫ് ദ ബേക്കർ ഹാഡ് നോട്ട് ഗിവൺ ദ മൗസ് ദ ബ്രെഡ് ദ ബച്ചർ വുഡ് ഹാവ് റെഫ്യൂസ് ടു ഗിവ് ഹെർ ദ മീറ്റ് ഫോർ ദ ഫാർമർ. അപ്പോൾ വുഡ് ഹാവ്, വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഇഫ് ദ ബച്ചർ ഡാഷ് റെഫ്യൂസ് ഹെർ എനി മീറ്റ് ദ ഫാർമർ ഡാഷ് നോട്ട് ബി വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ. കശാപ്പുകാരൻ മാംസം നിരസിക്കുകയായിരുന്നെങ്കിൽ കർഷകൻ എലിക്ക് വൈക്കോൽ നൽകാൻ മനസ്സാകുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം. ഇഫ് ദ ബച്ചർ ഹാഡ് റെഫ്യൂസ്ഡ് ആണ് വരേണ്ടത്. ഇഫ് ദ ബച്ചർ ഹാഡ് റെഫ്യൂസ്ഡ് ഹെർ എനി മീറ്റ് ദ ഫാർമർ വുഡ് നോട്ട് ഹാവ് ബീൻ വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ. വുഡ് നോട്ട് ഹാവ് ബീൻ വില്ലിംഗ്. അപ്പോൾ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ദ ബച്ചർ ഹാഡ് റെഫ്യൂസ്ഡ് ഹെർ എനി മീറ്റ് ദ ഫാർമർ വുഡ് നോട്ട് ഹാവ് ബീൻ വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ. അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഇഫ് ദ ഫാർമർ ഡാഷ് നോട്ട് ബി വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ ദ മൗസ് ഡാഷ് നോട്ട് റിസീവ് ദ മിൽക്ക് ഫ്രം ദ കൗ. ഇഫ് ദ ഫാർമർ ഹാഡ് നോട്ട് ബീൻ വില്ലിംഗ്, ഹാഡ് നോട്ട് ബീൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഫ് ദ ഫാർമർ ഹാഡ് നോട്ട് ബീൻ വില്ലിംഗ് ടു ഗിവ് ദ മൗസ് ദ ഹേ ദ മൗസ് വുഡ് നോട്ട് ഹാവ് റിസീവ്ഡ് ദ മിൽക്ക് ഫ്രം ദ കൗ. അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഇഫ് ദ മൗസ് had not received the milk from the cow, she would not have got back her tail. If the mouse had not received, അവിടെയും പാസ്റ്റ് പെർഫെക്റ്റ് രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The milk, if the mouse had not received the milk from the cow, she would not have got back her tail. അപ്പോൾ എല്ലാവരും ഇത് വളരെ വിശദമായി പഠിക്കുക. അപ്പോൾ ഇഫ് ക്ലോസ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ലളിതമായ രീതിയിൽ ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.